ഇതാണ് പ്രശസ്തമായ ബേക്കൽ കോട്ട. ഒരു വൈകുന്നേരമാണ് ഞങ്ങളിവിടെ സന്ദർശിക്കുന്നത്. ഈ കോട്ടക്ക് വലിയ കഥകളും വലിയ ചരിത്രങ്ങളും ഉണ്ട്, വലിയ പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ കോട്ട കേരളത്തിലെ ഏറ്റവും പുരാതന കോട്ടയാണ്. നമ്മുടെ കേരളത്തിലെ പൊതുവെ കോട്ടകളൊക്കെ യൂറോപ്യൻസ് ഉണ്ടാക്കിയതാണെങ്കിൽ ഈ കോട്ട ഉണ്ടാക്കിയത് യൂറോപ്യൻസ് അല്ല, മറിച്ച് 12-ാം നൂറ്റാണ്ടിലെ ഒരു കാസർഗോഡൊക്കെ ഭരിച്ചിരുന്ന ഒരു രാജാക്കന്മാർ നിർമ്മിച്ച ഒരു കോട്ടയാണ്. ഈ ബേക്കൽ കോട്ടയുടെ ഉള്ളിൽ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ടിക്കറ്റ് കണ്ട ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ടിക്കറ്റ് ഇവിടെ കാണിച്ചു കൊടുത്തിട്ടാണ് ഉള്ളിൽ കയറുക. കോട്ടയ്ക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് അറബിക്കടലിനോട് ചേർന്നിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഈ കോട്ട നിർമ്മിച്ചത് 12-ാം നൂറ്റാണ്ടിലാണ്. അതായത് കേരളത്തിൽ ഇത്രയും പുരാതന ഇത്രയും മുൻപ് നിർമ്മിച്ച ഒരു കോട്ട വേറെ ഇല്ല. അങ്ങനെ പിന്നീട് ഈ കോട്ട 12-ാം നിർമ്മിച്ചിട്ട് ഒരു നൂറ്റാണ്ടുകൾ കഴിഞ്ഞൊരു 14-ാം നൂറ്റാണ്ടാകുമ്പോൾ വേറൊരു ഭരണാധികാരി, കാസർഗോഡ് തന്നെയുള്ള ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ചിരുന്ന മറ്റൊരു ഭരണാധികാരി ഇത് ഏറ്റെടുത്തു. അതായത് അദ്ദേഹം ഇത് പിടിച്ചടക്കി. അങ്ങനെ ഈ കോട്ട വലുതാക്കി. ഒരു 40 ഏക്കർ വിസ്തൃതിയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മേലെ വാച്ച് ടവറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് ഈ ഒരു കോട്ട എന്ത് ചെയ്തു, ഈ ടിപ്പു സുൽത്താൻ, അതായത് മൈസൂർ രാജാവായ ഹൈദരാലി, ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഈ കോട്ട കീഴടക്കിയിട്ട് ഈ ഒരു കോട്ട ഒരു സൈനിക താവളമാക്കി മാറ്റി. ആ സൈനിക താവളമാക്കി മാറ്റിയിട്ട് പിന്നീട് ടിപ്പു സുൽത്താനും ഇത് ഉപയോഗിച്ചു. ശരിക്കും ഈ ഒരു കോട്ടയെ ഏറ്റവും സമഗ്രമായിട്ട് ഉപയോഗിച്ചത് ടിപ്പു സുൽത്താനാണ്. അങ്ങനെ ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് വെച്ചിട്ട് 1790-കളിൽ ആ കാലയളവിൽ മരണപ്പെട്ടതോട് കൂടിയിട്ട് ഈ ഒരു കോട്ട പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തി. ഇത് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചൊരു കിണറാണ്. ഈ കിണറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങോട്ട് പുറത്തേക്ക് പോലെ വഴിയുണ്ട്. പക്ഷേ ഇന്ന് ആ വഴിയൊക്കെ ക്ലോസ് ആണ്. ഈ കിണറൊക്കെ ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ നശിപ്പിച്ചതായിരുന്നു. പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിനൊക്കെ പുനരുദ്ധരിച്ചതാണ്. എന്തായാലും ഈ ബ്രിട്ടീഷുകാർ ഈ കോട്ട നല്ലപോലെ ഉപയോഗിച്ചിട്ടില്ല. അവർ ടിപ്പു സുൽത്താൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയതിന് ശേഷം ഈ കോട്ടയെ പരിഗണിക്കാതിരിക്കുക ചെയ്തത്. പക്ഷേ ടിപ്പു സുൽത്താൻ ഈ കിണറ്റിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക്, ഈ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് പോകാനുള്ള ഒരു രഹസ്യ അറ ഈ കിണറ്റിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കോട്ടയുടെ ഒരു പ്രധാന പ്രത്യേകത കണ്ടങ്ങൾ അവിടെ മേലെ നിന്നിട്ട് കടലിലേക്കും മറ്റും വാച്ച് ചെയ്യാൻ വേണ്ടി ഒരു വാച്ച് ടവർ, അങ്ങനെ ആ ഭാഗത്തൊരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ ഒരു വാച്ച് ടവറിൻ്റെ മേലേക്ക് കയറി വെക്കാണ്. എന്താണ് ഇതിൻ്റെ മേലെ നോക്കിയാൽ എന്തൊക്കെ കാഴ്ചകൾ കാണുമെന്ന് അറിയാലോ. ഇതിൻ്റെ മേലെ നിന്ന് കയറിയിട്ട് എന്താണ് ഉള്ളത് ഒന്ന് കാണാലോ. മേലതാ അടിപൊളി. ഇവിടെ ആളുകൾ ഇരുന്നിട്ട് സെൽഫി എടുക്കണേ, അടിപൊളിയാണ്. ആളുകൾ മുഴുവനും ഇതാ വന്നുകൊണ്ടിരിക്കണം. ഈ ഒരു വാച്ച് ടവറിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കോട്ട മുഴുവനായിട്ട് കാണാം. ഈ ഒരു വാച്ച് ടവറിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ഈ ഒരു കോട്ട മുഴുവനായിട്ട് കാണാം. അതാണ് ഈ വാച്ച് ടവറിൻ്റെ പ്രത്യേകത. എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് മുമ്പത്തെ രാജാക്കന്മാരൊക്കെ ഒരു സൈനിക കേന്ദ്രങ്ങളായിട്ട്, സൈനിക താവളങ്ങളായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ടിപ്പു സുൽത്താൻ്റെയും ഹൈദരാലിയുടെ ഒക്കെ ഒരു കാലെത്തുമ്പോഴേക്കാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായുള്ള ഉപയോഗം നടന്നത്. ടിപ്പു സുൽത്താനാണ് ശരിക്കും ഈ കോട്ടനെ ഈ രൂപത്തിലാക്കിയത്, ബേക്കൽ കോട്ടയെ ഒരു വികസിപ്പിച്ചതെന്ന് പറയാം. ഇന്നിത് ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനാണ് ഈ ഒരു ബേക്കൽ കോട്ട. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ബേക്കൽ കോട്ട കണ്ട ആളുകളുണ്ടോ, ബേക്കൽ കോട്ടയൊക്കെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഈ കാണുന്ന ഒരു കെട്ടിടം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഏതെങ്കിലും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണോ? കാരണം ഈ ഒരു കോട്ടയുടെ പ്രത്യേകത, ഈ കോട്ടയിൽ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നില്ല. ഇതൊരു സൈനിക താവളമായിട്ട് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കോട്ടയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് എൻ്റെ കൂടെ വന്ന എൻ്റെ ഫാമിലിയും എൻ്റെ 4 സുഹൃത്തുക്കളുണ്ട്. അവരുടെ ഫാമിലിയൊക്കെ മേലെന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നൊരു സമയം എന്ന് പറഞ്ഞത് 4 മണിയാണ്. നല്ല തിരക്കായിരുന്നു. ഇവിടെ എന്തൊരു ബേക്കൽ ബീച്ച് ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു 6 മണിയാണ് ഇവിടുത്തെ ഒരു ലാസ്റ്റ് ടൈം. ഈ ഒരു കോട്ടയുടെ പ്രത്യേകത, ഇവിടെ പല സ്ഥലങ്ങളിലും പല അണ്ടർഗ്രൗണ്ടുകളുടെ ദ്വാരങ്ങളുണ്ട്. കടലിൽ കൂടെ രക്ഷപ്പെടാനുള്ളത് ഏതൊക്കെ ഭാഗത്താണെന്നുള്ളത് കൃത്യമായിട്ട് ബ്രിട്ടീഷുകാരെന്നെ മൂടി വെച്ചതാണ്. ഇപ്പോൾ ഒരു പതനത്തോടു കൂടി ഇവിടെ നിന്ന് നോക്കുമ്പോൾ വാച്ച് ടവറിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു ഭീകരത ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു വാച്ച് ടവർ ഇതാ ആ ഭാഗത്തുകൊണ്ട് ഇങ്ങനെ 4 സൈഡിലേക്കും വാച്ച് ടവർ ഉണ്ട്. കോട്ടയുടെ അതിർത്തി ആ ഭാഗത്താണ് കേട്ടോ. അവിടെയും ഇതേപോലെ വാച്ച് ടവറുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും സൈനികമായ ഒരു ശക്തി പ്രകടനം കാണിക്കാൻ പറ്റിയ ഒരു കോട്ട കൂടിയാണ് ഈ ബേക്കൽ കോട്ട.
അപ്പോൾ ആ കാണുന്നതൊക്കെ സൈനികർ താമസിക്കുന്ന താവളങ്ങളായിരിക്കണം. എന്താണ് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിന് വേണ്ടിയുള്ളതായിരിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് ഒന്നുകിൽ ജയിലോ അല്ലെങ്കിൽ സൈനികർ ഉപയോഗിച്ച താവളങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കണ്ട ഇതൊക്കെ അങ്ങോട്ട് നോക്കുന്നതിന് അതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന നിർമ്മിതി എന്നൊക്കെ പറയുന്നത് ഇവർ ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ള നിർമ്മിതിയാണ്. ഇതൊന്നും ഇവിടുത്തെ രാജാക്കന്മാർ, ഈ കോട്ട തുടക്കത്തിൽ നിർമ്മിച്ച രാജാക്കന്മാരുണ്ടാക്കിയ നിർമ്മിതികളല്ല. കണ്ടോ, ഇതിൻ്റെ ഒരു ഭീകരത ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു സീനിൽ നമ്മളിങ്ങനെ കാണണം. ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ വെച്ച് കണ്ടുകൂട്ടി. അവർ മലപ്പുറത്തുള്ളവരാണ്. ഇവർ കാസർഗോഡ് ബന്ധുവിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെ കണ്ടത്. കണ്ടോ, ഇതെങ്ങനെയുണ്ട്? ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ ആ വാച്ച് ടവർ കാണാൻ. മിക്ക ആളുകൾ അവിടെ നിന്ന് കയറി നോക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്നുകൂടെ വന്നിട്ട് ഇതിൻ്റെ താഴെ നിന്നൊരു ഫോട്ടോ എടുക്കണം, ചില ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒന്നുകൂടെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ ഈ ഒരു കോട്ടയുടെ വാച്ച് ടവർ ഒരു പ്രത്യേക ഒരു അഴകാണ് കാണാൻ. അപ്പോൾ തന്നെ ഞങ്ങൾ 6 മണിയാവാനായി കോട്ടയിൽ നിന്ന് മെല്ലെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച നല്ല ഭംഗിയുള്ളൊരു കോട്ട ബേക്കൽ കോട്ട തന്നെയാണ്. വീഡിയോ കാണുന്ന ആരെങ്കിലും കാസർഗോട്ടയിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാസർഗോട്ടുകാരുടെ അഭിമാനമായ ബേക്കൽ കോട്ടയുടെ അവകാശികളായ നിങ്ങൾ, ഇവിടെ സന്ദർശകർക്ക് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കാസർഗോട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എത്ര ചുറ്റി സഞ്ചരിച്ചാലും ഈ 40 ഏക്കർ സ്ഥലങ്ങൾ ചുറ്റി സഞ്ചരിച്ചാലും മതി വരാത്ത ഒരു ഭംഗിയാണ് ഈ ബേക്കൽ കോട്ടയ്ക്കുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ പല സൈനിക താവളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ കീഴടക്കുന്നതോടുകൂടി പലതും തകർത്തു എന്നുള്ളതാണ് ചരിത്ര രേഖയിലുള്ളത്. ഇവിടെ ടിപ്പുവിൻ്റെ ഒരുപാട് ആയുധശേഖരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തോൽവിയോടുകൂടി അതൊക്കെ മാറ്റപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. സംഗതി 6 മണിയാകുമ്പോഴേക്ക് ഈ ഒരു കോട്ട ക്ലോസ് ചെയ്യുമെങ്കിൽ ഇപ്പോഴും 6 മണിയാവാൻ ഇനി 10 മിനിറ്റ് ബാക്കിയുള്ളൂ. അപ്പോഴും സന്ദർശകർ ഇങ്ങോട്ട് വരുന്നുണ്ട്. കണ്ട 6 മണി ആവാൻ നേരത്ത് ഇത് ക്ലോസ് ചെയ്തു. ഇനി പുറത്തുനിന്ന് ഒരാളെ ഇങ്ങോട്ട് കയറ്റില്ല. ഉള്ളിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, തിരിച്ചു പോവുക. അപ്പോൾ ഇത്രയും ആളുകൾ ഇതിനുള്ളിൽ കയറാതെ തിരിച്ചു പോവാണ്. കാരണം ഇവർക്കറിയില്ല, ഇവരാരും മലയാളികളല്ല എന്ന് തോന്നുന്നത്. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പ്രവേശനം ഇല്ല എന്നുള്ളതാണ്. ഈ കോട്ടയുടെ ചരിത്രം ഇവിടെ കൃത്യമായിട്ട് വ്യത്യസ്ത ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു കോട്ടയോട് ചേർന്ന് പിന്നീട് നിർമ്മിച്ചൊരു ക്ഷേത്രമാണ് ഇവിടെ കാണാൻ കഴിയുക. നേരത്തെ പോകുമ്പോഴും ഈ ക്ഷേത്രം കണ്ടിരുന്നു. അവിടെ ഒരു കാവിക്കൊടിയൊക്കെ ഉണ്ട്. ഈ കോട്ടയുടെ കവാടത്തിന് ഇപ്പുറത്ത് കാണുന്നതിൻ്റെ ഒരു ഭാഗമാണിത്. ഇത് കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള അത്രയും നല്ലൊരു കോട്ട വേറൊന്നില്ല. കാരണം എല്ലാ ഭാഗത്തേക്കും വാച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ കോട്ടയിലുണ്ട് എന്നുള്ളതാണ്. കോട്ടയുടെ എത്ര യുദ്ധങ്ങളും എത്ര പോരാട്ടങ്ങളും കൊടുക്കലുകളും വാങ്ങലുകളും ഇതിന് സാക്ഷിയായ ഒരിടത്താണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ഒരു പ്രത്യേക തരം ചെങ്കല്ലുകളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ മറ്റൊരു കല്ലുകളും ഇതിന് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളിതാ കോട്ടയുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് ഇറങ്ങി ഇനി പുറത്തേക്ക് പോവുകയാണ്. പലരും ഇവരെന്തോ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്, എന്തോ വിൽക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു നോക്കാം. ഇതെന്താ സംഭവം? ഉണ്ണിയപ്പല്ലേ? ഉണ്ണിയപ്പം വേണ്ട, എണ്ണക്കടികളൊക്കെ ഒഴിവാക്കി എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അപ്പോൾ ഇതാ അവിടുന്ന് കോട്ടയിൽ നിന്ന് ഇറങ്ങി ആളുകളത് എപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്ഷേത്രം വരെ പോകാൻ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റില്ല. അത് കഴിഞ്ഞാൽ തിരിച്ചു വരാം. അതുകൊണ്ട് എല്ലാ കോട്ടകൾക്കും സമാനമായ സ്വഭാവം. ഇവിടെ വലിയ കിടങ്ങ്, ആ കിടങ്ങിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും. ഇതാ കണ്ടില്ല, ഇവിടെ വെള്ളമൊന്നുമില്ല. ഈ ബേക്കൽ കോട്ടയുടെ സമീപത്തുള്ള ഒരു മുസ്ലിം പള്ളിയാണിത്. ഈ പള്ളിക്ക് എന്താ പേരെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് വലിയ ചരിത്രപരമായ പ്രാധാന്യം ഉണ്ടെന്ന് പറയാം. ഹൈദ്രോസ് ജുമാ മസ്ജിദ് എന്നുള്ളതാണ്. ഹൈദ്രോസ് ജുമാ മസ്ജിദ് ബേക്കൽ. പിന്നെ നമസ്കാരം കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അതില്ല, നമസ്കരിക്കേണ്ട ഒരു സമയമല്ല. എന്തായാലും ഈ പള്ളിയിൽ ശുദ്ധജലം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ അടിപൊളി കുടിവെള്ളം, ശിഹാബ് തങ്ങൾ സെൻറ്റർ ബേക്കൽ, അതാണ് കുടിവെള്ളം ഒരുക്കിയിട്ടുള്ളത്.